ഹായ് ഫ്രണ്ട്, ഇന്ന് നമുക്ക് ഒരു ക്യാരമൽ പാലട ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ ഒരു പാക്കറ്റ് പാലട എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇത് അതിനാവശ്യത്തിലുള്ള പഞ്ചസാര, ഇത് ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കാഷ്യൂ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് റൈസിൻസ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനായിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇത് പാക്കറ്റ് കിട്ടുന്ന പാലാണ്. ഈ പാലട ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. പാനിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ അട ആദ്യം ഇതിലൊന്ന് വേവിച്ചെടുക്കാമേ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാമേ. ഇതിലിരുന്ന് വെന്ത് കിട്ടുവേ. അപ്പം ഞാൻ ഇതങ്ങോട്ട് മാറ്റി വെക്കുക. ഇത് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാമേ. എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിൽ നിന്ന് ഇതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നത്. ക്യാരമലൈസ് ചെയ്യുന്നേരം ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കണേ. ഇതിപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. പഞ്ചസാരയെല്ലാം മെൽറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. ഇത് കരിഞ്ഞു പോകാനിടയുണ്ട്. അപ്പോൾ പിന്നെ അതിന് ടേസ്റ്റ് മാറും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കുവാണ്. നെയ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതൊന്ന് വറ്റിച്ചെടുക്കാമേ. ഇത് കുറച്ച് വറ്റി കഴിയുമ്പം പാലട ചേർത്ത് കൊടുക്കാമേ. ഈ പാലട എല്ലാം വെന്തിട്ടുണ്ടെന്ന് ഇതിലിരുന്നൊന്ന് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. വെള്ളം ഒന്ന് പോകാൻ വേണ്ടി ഈ സ്ട്രെയിനറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇതിൽ ഇങ്ങനെ പശ പോണക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയേ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പാലട ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാമേ. കാഷ്യൂവും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാമേ. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാമേ. ഈ മുന്തിരിയും കൂടെ ഇതും കൂടെ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ആക്കി പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഈ കാഷ്യൂം മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് ഏലക്ക ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഇതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർക്കുമ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടി ചേർത്ത് കൊടുക്കുവാണ്. ഇതൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് മതിയേ. ഇത് ഇതിലേക്ക് മാറ്റാവേ. ക്യാരമൽ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. ഞാനത് കുറച്ച് ലൂസായിട്ടാണ് ഇതെടുത്തത്. ഇത് തണുക്കുമ്പം ഒന്നുകൂടെ ഒന്ന് കട്ടിയാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുത്തത്. നിങ്ങളിത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്